അപ്പോൾ ആ ഒരു പെൺകുട്ടി ഒരു ടോയ് കാറ് അവൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ സർഫസസ് പറഞ്ഞിട്ടുണ്ട്, ഡ്രൈ പറഞ്ഞിട്ടുണ്ട്, വെറ്റ് പറഞ്ഞിട്ടുണ്ട്, ന്യൂസ് പേപ്പർ ടവൽ കൂടിയൊക്കെ സ്പ്രെഡ് അതൊക്കെ ഫ്ലോറിൽ വിരിച്ചിട്ടിരിക്കണം, അതിൻ്റെ മുകളിൽ കൂടിയൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ആൻഡ് ദി ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ആഡ്സ് ഓൺ ദി കാർ ഓൺ ദി ഡിഫറെൻറ്റ് സർഫസസ് ഇൻ ദി ഇൻക്രീസിങ് ഓർഡർ വിൽ ബി. നമ്മുടെ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് എഴുതാൻ പറ്റാം? ഫസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഫ്രിക്ഷൻ വരേണ്ടതായിരിക്കണം ലാസ്റ്റ് വരേണ്ടത് അല്ലേ. അപ്പോൾ വെറ്റ് ഫ്ലോറാണ്. വെറ്റ് ഫ്ലോറിൽ നമ്മൾ സ്ലിപ്പ് ചെയ്ത് വീഴാനാണ് പോവുക. അപ്പോൾ അവിടെ ഫ്രിക്ഷൻ അധികം ഇല്ല. അപ്പോൾ വെറ്റ് ഫ്ലോറിലായിരിക്കും ഏറ്റവും കുറവ് ഫ്രിക്ഷൻ, പിന്നെ ഡ്രൈ ഫ്ലോറിലായിരിക്കും, പിന്നെ എവിടെയായിരിക്കും നമുക്ക് ടവിലായിരിക്കും, പിന്നെ ആയിരിക്കും എവിടേക്ക് ലാസ്റ്റിലായിരിക്കും ഫ്രിക്ഷൻ കൂടുതലുള്ള നമ്മൾ ന്യൂസ് പേപ്പർ വരാം. നമ്മൾ ആലോചിച്ചാൽ മതി ജസ്റ്റ്. പിന്നെ നമ്മളോട് എന്താ പറയുക, സപ്പോസ് യു ആർ റൈറ്റിംഗ് ഓൺ ദി ഡെസ്ക് ലിറ്റിൽ എ ബുക്ക് ടെൽറ്റോണിറ്റ് സ്റ്റാർട്സ് സ്ലൈഡിങ് ഡൗൺ ഡയറക്ഷൻ ഓഫ് ഫ്രിക്ഷൻ ആക്ടിങ് ഓൺ ദി ഇറ്റ്. അതായത് നമ്മൾ ഒരു ഡെസ്കിലിരുന്ന് എഴുതായിരുന്നു, പെട്ടെന്ന് നമുക്ക് ഒരു ഡെസ്ക് നമ്മൾ ടിൽറ്റായി ജസ്റ്റ് ഒന്ന് ഒരു തിരിച്ചു അതിനെ ഒന്ന് പൊക്കെ എന്തെങ്കിലും ചെയ്തെന്നിരിക്കും. ഒരു ബുക്ക് മുകളിലിരിക്കുന്നുണ്ട്, ആ ബുക്ക് താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അനുസരിച്ച് നമുക്ക് ഫ്രിക്ഷൻ്റെ ഡയറക്ഷൻ കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ബുക്ക് കേട്ടോ, നമ്മളെന്ത് ചെയ്യും, അത് പൊക്കുമ്പോൾ ബുക്ക് എന്തായാലും അത് ഫോർവേഡ് ഡയറക്ഷനിൽ അതെന്ത് ചെയ്യും, ബുക്ക് മൂവ് ചെയ്യും ഇല്ലേ, ബുക്ക് മൂവ് ചെയ്യും ഫോർവേഡ് ഡയറക്ഷനിൽ. ഫ്രിക്ഷൻ എന്താ ഉണ്ടാവുക, ഫ്രിക്ഷൻ ആക്ട് ചെയ്യും ഏത് ഡയറക്ഷനിലായിരിക്കും, ഫ്രിക്ഷൻ ബാക്ക്വേർഡ് ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യാം. ഈ വെയിറ്റ് കാരണമാണ് ബുക്ക് ഫോർവേഡ് ഡയറക്ഷനിൽ വരുന്നത്, ഫ്രിക്ഷൻ കാരണം ഫ്രിക്ഷൻ ബാക്ക്വേർഡ് ഡയറക്ഷനിലായിരിക്കും ഉണ്ടായി.